വിളമ്പുന്ന ബിരിയാണിയിൽ നിന്ന് കിട്ടുന്ന ലെഗ് പീസ് കഴിക്കേണ്ട ഒരു രീതിയുണ്ട്. നിങ്ങൾ ഒരു കാരണവശാലും ഞാൻ ഈ കഴിക്കുന്ന രീതി ഇനിയും ഫോളോ ചെയ്യില്ല കേട്ടോ. പകരം നിങ്ങൾക്ക് ഇനി ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു പുതിയ ടെക്നിക്കാണ് ഈ കാണുന്നത്. ബിരിയാണിയുടെ ലെഗ് പീസിൽ നിന്ന് കുറച്ച് ചതയിങ്ങ് ഉരിയെടുക്കുക. അത് റൈസിലേക്ക് ചേർത്ത് ഇച്ചിരി പപ്പടം ഒന്ന് പൊടിച്ച് വെക്കുക. ഇനി അതിലേക്കായിട്ട് ഈ ഒരു പർട്ടിക്കുലർ ബിരിയാണിയുടെ മാത്രം കിട്ടുന്ന ഒരു വെറൈറ്റി ടൈപ്പ് ചട്നി ഉണ്ട്. അതുകൂടെ ചേർത്ത് ഒരു പിടി പിടിച്ച് ഒന്ന് കഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു അനുഭൂതി ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഫീല് തന്നെയാണ് കേട്ടോ. ഹലോ ഗൈസ്, കാർത്തിക്കാണ്. നമ്മുടെ തിരുവനന്തപുരത്ത് ദേവസ്വം ബോർഡ് സ്റ്റൈൽ പ്ലസ് റോഡിനടുത്തായിട്ട്, എക്സാക്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫാഷൻ ഫാക്ടറിയുടെ ഓപ്പോസിറ്റ് മസ്താനി ബിരിയാണി എന്ന് പറഞ്ഞ് വളരെയധികം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കുഞ്ഞ് ബിരിയാണി ഷോപ്പ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ ഉച്ചയ്ക്കൊക്കെ നല്ല തിരക്കാണ്. വാഴയില വിരിച്ച് തൊടുകറികളോടുകൂടി ബിരിയാണി വിളമ്പുന്ന ഒരു കുഞ്ഞ് കട കേട്ടോ. എൻ്റെ ഓഫീസിലെ പിള്ളേരും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന ചില സുഹൃത്തുക്കളൊക്കെ ഈ അടുത്തിടെ എനിക്ക് സജസ്റ്റ് ചെയ്ത ഒരു നല്ല ഫുഡ് സ്പോട്ടാണിത്. അവരോടൊക്കെ ഒരു വലിയ താങ്ക്സ് പറയാൻ കേട്ടോ. ഒരു മേക്കിംഗ് കൊണ്ട് മാത്രമല്ല ഒരു ബിരിയാണി നല്ല ബിരിയാണി ആവുന്നത്, അത് ഉണ്ടാക്കി കഴിഞ്ഞ് അത് പ്രസൻറ്റ് ചെയ്യുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ. പ്രത്യേകിച്ച് വാഴയിലൊക്കെ ബിരിയാണി വിളമ്പി കഴിഞ്ഞാൽ എൻ്റെ പൊന്നുമക്കളെ, ഞാൻ അതിൻ്റെ ഹ്യൂജ് ഫാനാണ്. ഇവിടുത്തെ CB അഥവാ ചിക്കൻ ബിരിയാണി 160 രൂപയാണ്. ഇവിടെ ഞായറാഴ്ച ദിവസങ്ങളിൽ മട്ടൻ ബിരിയാണി ഉണ്ട്. ഇതാ ഈ കാണുന്ന ഇറച്ചിച്ചോറാണ്, ഇത് തേങ്ങാച്ചോറാണ്. ഇവിടെ ബീഫ് ബിരിയാണിയും അവൈലബിൾ ആണ് കേട്ടോ. നിങ്ങൾ ഈ സ്പോട്ട് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം പേജ് ഒന്ന് ഫോളോ ചെയ്യുക.